വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പരീക്ഷ അടുത്ത് വരുന്ന ഈ സമയത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ അവർക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി കുറച്ച് സമയത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. യു ക്യാൻ, യു വിൽ ആൻഡ് യു മസ്റ്റ്. അപ്പം ഇന്നു മുതൽ പരീക്ഷ വരെ എന്നോടൊപ്പം ഒരാഴ്ചയിൽ 1 മണിക്കൂർ സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കോട് വാങ്ങിച്ച് പാസ്സാവാൻ സാധിക്കുമെന്നാണ് എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇത് അറ്റൻഡ് ചെയ്യുക, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നു മുതൽ നമ്മുടെ സ്ലോഗൻ അതുകൊണ്ട് ഐ ക്യാൻ, ഐ വിൽ ആൻഡ് ഐ മസ്റ്റ്. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യും, ഞാൻ തീർച്ചയായിട്ടും പഠിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, let us start the first activity of the first unit, first lesson. നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റ്, അതിലെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റി 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ആക്ടിവിറ്റി 1-ൽ പറയുന്നത് പിക്ക് ഔട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേർഡ്സിനെ കുറിച്ചും ഫ്രേസിനെ കുറിച്ചും എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം സെൻറ്റൻസിൽ തുടങ്ങാം. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗിവ്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായും ആശയം നൽകുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. വാചകം. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗിവ്സ് കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായും ആശയം നൽകുന്ന ഒരു കൂട്ടം വാക്കുകളാണ് സെൻറ്റൻസ്. അതിനൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ എന്നാൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഫ്രേസ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതും ഒരു ചെറിയ കൂട്ടം വാക്കുകളുടെ സമൂഹമാണ്. വാചകം പൂർണ്ണമായും ആശയം നൽകുന്ന ഒരു കൂട്ടം വാക്കുകളുടെ സമൂഹമാണ്. അതിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കും. പ്രെഡിക്കൽ തന്നെ ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഇതൊക്കെ ഞാൻ ഒരു 20 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്സ് ഓഫ് സ്പീച്ച് വളരെ ഭംഗിയായിട്ട് ഓരോ നൗൺ, പ്രൊനൗൺ, വെർബ്, ആഡ്വെർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ, അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രേസ് ആൻഡ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ അത് കാണണം. അത് കണ്ടിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഈ ക്ലാസ്സും കൂടെ കേട്ടാൽ ക്ലാസ്സിനെ കുറിച്ചും ഫ്രേസിനെ കുറിച്ചും, പ്രത്യേകിച്ച് ഫ്രേസിനെ കുറിച്ച് ഒരു ഡൗട്ടും നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫ്രേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു ചെറിയ കൂട്ടം വാക്കുകളാണ്. ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ആസ് എ കൺസെപ്ച്വൽ യൂണിറ്റ്. ആശയപരമായിട്ട് നിലകൊള്ളുന്നു അത്. എന്നാൽ അതിന് ഒരു സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഇറ്റ് ഹാസ് നോ സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. അതിന് സ്വന്തമായിട്ട് സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ ഇല്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. അതൊരു സെൻറ്റൻസിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്ന് മാത്രം. അപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ കൂട്ടം വാക്കുകളാണ്. അതൊരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ ഇല്ല. എന്നാൽ അതിന് സെൻസ് ഉണ്ട്. പൂർണ്ണമായ ഒരു സെൻസ് ഉണ്ടോ? സെൻസ് ഇല്ല. ഉദാഹരണത്തിലേക്ക് വരാം. ആദ്യം ഒരു ചെറിയ ഉദാഹരണം, അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നോക്കിയേ. ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം സ്വർഗവും ആകാശവും സൃഷ്ടിച്ചു. ഇതൊരു ബൈബിളിക്കൽ കൊട്ടേഷനാണ്. അപ്പോൾ ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. അപ്പോൾ ഇവിടെ ഇൻ ദി ബിഗിനിങ് എന്ന് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് ആശയപരമായിട്ട് ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 3 വേർഡ്സ്. ഇത് 3 വാക്കുകളുടെ കൂട്ടമാണ്. ഇത് ആശയപരമായിട്ട് ഇതിന് ആദിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാശയം കിട്ടുന്നു, ആദിയിൽ. പക്ഷേ ഇതിന് ഒരു സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതേസമയം ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ അതിന് സബ്ജക്റ്റ് ഉണ്ട്. ഗോഡ് സബ്ജക്റ്റ്, ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. ഗോഡ് കഴിഞ്ഞ് വരുന്നത് എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റും ഉണ്ട്, പ്രെഡിക്കേറ്റും ഉണ്ട്.
പക്ഷെ എൻ്റെ ബിഗിനിങ്ങിന് അങ്ങനെയില്ല. ഇങ്ങനെ ഇതിൽ നിന്ന് അപ്പോൾ ആശയപരമായിട്ട് നിലകൊള്ളുന്ന വാക്കുകളുടെ ഗ്രൂപ്പ്. ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 3 വേർഡ്സ്. ഇറ്റ് ഹാസ് a sense but not a complete sense. It has no subject or predicate of its own. It is a part of the sentence. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അതിനകത്ത് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഒരു ചെറിയ കൂട്ടം വാക്കുകളുടെ സമൂഹമാണ്. അത് ആശയപരമായി അതിന് ഒരർത്ഥമുണ്ട്, എന്നാൽ പൂർണ്ണമായ ഒരു അർത്ഥമില്ല. അത് സെന്റൻസിന്റെ ഭാഗമാണ്. അതിന് സബ്ജക്റ്റോ പ്രെഡിക്കറ്റോ സ്വന്തമായിട്ട് ഇല്ല. ഇനി നോക്കാം, ടെക്സ്റ്റിലേക്ക് വരാം. മൂഡ് സ്വിഫ്റ്റ്ലി. മൂഡ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവേഗം നീങ്ങുക എന്നാണ്. അപ്പൊ മൂഡ് സ്വിഫ്റ്റ്ലി, അതിവേഗം നീങ്ങുക. അതിന് സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. പ്രെഡിക്കേറ്റ് ഉണ്ടോ? ഇല്ല. ഇത് ഒരു സ്നേക്കിന്റെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. മൂഡ് സ്വിഫ്റ്റ്ലി, അപ്പോൾ അതിവേഗം അത് നീങ്ങുന്നു എന്ന്. അപ്പൊ അവിടെ സബ്ജക്റ്റ് കൂടെ വന്നാൽ നമുക്ക് സെന്റൻസ് ആണെന്ന് പറയാം. പക്ഷേ മൂഡ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിന്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ മൂഡ് സ്വിഫ്റ്റ്ലി. അടുത്തത് സ്ട്രക്ക് വിത്ത് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. പ്രകാശ വേഗത്തിൽ അടുക്കുക, അതാണ് സ്ട്രക്ക് വിത്ത് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. ഏത്? അപ്പൊ അത്രയും സ്പീഡിലാണ്, പ്രകാശത്തിന്റെ വേഗത്തിലാണ് ആ ഫൈറ്റ് നടത്തുന്നത്. ഇനി സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്. അതിന്റെ പത്തിയത് വിടർത്തി. സ്പ്രെഡ് ഹിസ് ബ്രോഡ്, വളരെ വിശാലമായിട്ടുള്ള. അറിയാമല്ലോ, ഇതിവിടെ മൂർഖൻ പാമ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കീരിയെ കുറിച്ച്, മംഗൂസ്. അപ്പോൾ ഇവിടെ സ്നേക്ക്, ഇവിടെ മംഗൂസ്. അപ്പൊ മൂർഖൻ പാമ്പിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്. അത് നമുക്കറിയാം സബ്ജക്റ്റ് ആരാണ്. പക്ഷെ ഇങ്ങനെ പറയുന്ന അവസരത്തിൽ അത് ആ സെന്റൻസ്, ഇത് ആ സബ്ജക്റ്റിന്റെ അല്ല, ആ സെന്റൻസിന്റെ ഭാഗമായി മാറുകയുള്ളൂ. അപ്പൊ മൂഡ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എങ്ങനെ? വേഗത്തിൽ നീങ്ങി, അല്ലേ? ഇനി സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ സ്പീഡിൽ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വേഗത. പ്രകാശത്തിന്റെ വേഗതയിലാണ് അതിന്റെ ആ ഒരു വരവ്, അതാണ് സ്പീഡ്. പിന്നെന്താണ്? മൂർഖൻ പാമ്പ് പത്തി വിരിച്ചു. അപ്പൊ മൂർഖൻ പാമ്പ് എന്നൂടെ പറയുന്നില്ല. സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്. അറിയാമല്ലോ മൂർഖൻ പാമ്പിന്റെ പത്തി, അത് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവം ഉണ്ടായി കഴിയുമ്പോൾ ഈ തൊണ്ടയിൽ നിന്ന് അതിങ്ങനെ വലിഞ്ഞിട്ട് ഇത്രയായി മാറും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇതിങ്ങനെയാവും, ഇങ്ങനെ വരുന്നു. അതിന്റെ മുകൾ ഭാഗം ഒരു കണ്ണാടി പോലെ മിനുസം നമുക്ക് കാണാൻ പറ്റും. അതാണ് അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി സൈഡ് ഫ്രം സൈഡ് ടു സൈഡ്. ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ടു ആൻഡ് ഫ്രോ. സൈഡ് ഫ്രം സൈഡ് ടു സൈഡ് എന്ന് പറഞ്ഞാൽ മൂവിങ് ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആ മൂവ്മെന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ ആടി നമുക്കറിയാമല്ലോ, കീരിയും പാമ്പും തമ്മിലുള്ള ആക്രമണം സിനിമയിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത്. ഇനി ട്രൈഡ് ടു മെസ്മറൈസ് ദി മംഗൂസ്. പിന്നെ പാമ്പ് എന്ത് ചെയ്തു? ഒരു ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി. പാമ്പുകൾക്ക് കൺപോളകളില്ലല്ലോ, അതിങ്ങനെ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു ഗെയ്സ് അല്ലെങ്കിൽ തുറിച്ചു നോട്ടം, സ്റ്റെയർ. ട്രൈഡ് ടു മെസ്മറൈസ് മംഗൂസ്. അപ്പോൾ അതിന്റെ പാമ്പിന്റെ നോട്ടം എങ്ങനെയായിരുന്നു? ആരെ ഹിപ്നോട്ടൈസ് ചെയ്യാനാണ്? മംഗൂസിനെ. മെസ്മറൈസ് എന്ന് പറയുന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആ ഫ്രേസ് വരുന്നത്, മെസ്മറൈസ്. ഇനി ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി. അവിടെ കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫ്രേസായി വരുന്നത്. കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി. ഒരാൾ നമ്മളോട് പോരാട്ടത്തിന് വന്നാൽ പരാജയപ്പെട്ട നമ്മൾ എന്ത് പറയും? പത്തി താഴ്ത്തി, അവന്റെ പത്തി താഴ്ത്തി. അതുപോലെ ഇവിടെ ഇത് ഗ്രേറ്റ് ഹുഡ്, ആ വിശാലമായ പത്തി എന്ത് ചെയ്തു? താഴ്ത്തി. കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി, താഴേക്ക് വന്നു. ഇനി ഇത് ഇത്രയും സ്നേക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ മൂർഖന്റെ ഭാഗത്ത് നിന്നുള്ള മൂവ്മെന്റ് ആണ് ഈ കാണിച്ചത്, ആക്രമണത്തിന്റെ ഒരു സൈഡ്. ഇനി രണ്ടാമത് മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. അപ്പോഴേക്കും കീരി എന്ത് ചെയ്യുന്നു? മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് ഒരു നീക്കം നടത്തുന്നു. മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് നീക്കം നടത്തുന്നു. ഇയാൾ ഇങ്ങനെ ആടി നിൽക്കുകയാണ്, മറ്റേയാൾ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. ഡാർട്ടഡ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ട് പോവുക, വേഗത്തിൽ വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അതിനെ കടിച്ചു കഴിഞ്ഞ് ചത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? വേഗത്തിലേക്ക്. അതുപോലെ ബുഷ്ഡ് ഹിസ് ടെയിൽ എന്ന് പറഞ്ഞാൽ ആ മൊത്തം ഫ്രേസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നമ്മൾ പൂച്ചയെ ഒന്ന് സ്നേഹിച്ചാൽ അതിന് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അതിൻ്റെ വാൽ ഇങ്ങനെ വടി പോലെ സ്റ്റിക്ക് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ ഇത് ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന കീരിയുടെ
ഒരു സ്വഭാവം കാണിക്കാൻ വേണ്ടിയാണ് ബുഷ് ഹിസ് ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. വാൽ എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്നു, ലിഫ്റ്റ് ചെയ്യുന്നു, ബുഷ് ഹിസ് ടെയിൽ. എന്നിട്ട് ഒരാക്രമണത്തിന് തയ്യാറെടുക്കുന്നു. അതിൻ്റെ പുറത്തെ രോമങ്ങളെല്ലാം ഇങ്ങനെ എഴുന്നു വരുന്നു. ആ സമയത്ത് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദി അൺവിംഗ്ലിംഗ് ഐസ് ഓഫ് ദി സ്നേക്ക്. അപ്പോൾ റെഫ്യൂസ്ഡ് ടു മീറ്റ് ദി അൺവിംഗ്ലിംഗ് ഐസ് ഓഫ് ദി സ്നേക്ക്. നമ്മുടെയൊക്കെ ഇമ എന്ത് ചെയ്യുന്നു, വെട്ടുന്നു. വിങ്കിൾഡ് ആണ്, അല്ലെങ്കിൽ വി ക്യാൻ വിങ്കിൾ അവർ ഐസ്. പാമ്പിന് അങ്ങനെ കൺപോളകൾ ഇല്ലാത്തതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, അൺവിങ്കിൾ ആണ്, അങ്ങനെ നോക്കി തന്നിരിക്കുകയാണ്. പക്ഷെ അത് മീറ്റ് ചെയ്യാൻ കീരിക്ക് കഴിയുന്നില്ല എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ജംപ് നീഡ്ലി ടു വൺ സൈഡ് ടു അവോയ്ഡ് ദി ബൈറ്റ്. കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കീരി എന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് ജംപ് നീഡ്ലി അങ്ങോട്ട് ചാടുന്നു, ഒരു സൈഡിലേക്ക് ചാടുന്നു. അടുത്തത് ബിറ്റ് ദി സ്നേക്ക് ഓൺ ദി ബാക്ക്. അവസാനം അതിൻ്റെ ഓൺ ദി ബാക്ക് മീൻസ് അതിൻ്റെ വൾനറബിൾ പാർട്ട് അല്ലെങ്കിൽ വീക്ക് പോയിന്റ് എവിടെയാണോ പുറത്ത്, പാമ്പിൻ്റെ വീക്ക് സൈഡ് എവിടെയാണെന്ന് നോക്കിയിട്ട് പുറത്ത് കടിക്കുന്നു. അതാണ് ബിറ്റ് ദി സ്നേക്ക്. ബൈറ്റിൻ്റെ പാസ്റ്റ് ഫോം ബിറ്റ് ദി സ്നേക്ക് ഓൺ ദി ബാക്ക്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് എന്താ, സബ്ജക്റ്റ് ഇല്ല, അവിടെ ഓബ്ജക്റ്റും ഇല്ല. അങ്ങനെ ടെക്സ്റ്റിൽ നിന്ന് ഇവരുടെ ആക്രമണത്തിൻ്റെ 2 ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ കീരിയും പാമ്പും തമ്മിലുള്ള പോരാട്ടം ഇത് നമുക്ക് സെന്റൻസ് ആക്കി എഴുതിയാൽ ഒരു ചെറിയ നോട്ട് അതിനെക്കുറിച്ച് തയ്യാറാക്കാൻ പറ്റും. ഹൗ ഡിഡ് ദി മംഗൂസ് അറ്റാക്ക് ദി സ്നേക്ക്. സ്നേക്കിനെ എങ്ങനെയാണ് മംഗൂസ് അറ്റാക്ക് ചെയ്തല്ലെങ്കിൽ ഹൗ ഡിഡ് ദി സ്നേക്ക് അറ്റാക്ക് ദി മംഗൂസ്. മംഗൂസിനെ എങ്ങനെയാണ്, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ടെക്സ്റ്റിൽ വേറെ 1-2 ഫ്രേസുകൂടെ ഞാൻ എടുത്തതേ ഉള്ളൂ. ഇൻ ദി ഹാർട്ട് ഓഫ് ദി സിറ്റി. സിറ്റിയുടെ മധ്യഭാഗത്തെ, ഇൻഡി അല്ലെങ്കിൽ ഹൃദയഭാഗത്തെ. അവിടെ ഇൻ ദി ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 2 3 4 5 6. These are 6 words. This is a group. ഇതൊരു ഗ്രൂപ്പാണ്. ഗെറ്റിംഗ് എ കൺസെപ്ച്വൽ യൂണിറ്റ്. നമുക്കൊരു ആശയം കിട്ടുന്നുണ്ട്. ഇൻ ദി ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ കേന്ദ്രഭാഗത്ത് എന്ന ആശയം കിട്ടുന്നു. ഹെവൻ ഫോർ, സ്വർഗമല്ലേ അവിടെ എന്ന് കാണിക്കാൻ വേണ്ടി. അവിടെ സ്വർഗമാണ്, പക്ഷേ സബ്ജക്റ്റ് ഇല്ല, പ്രെഡിക്കേറ്റും ഇല്ല. ആസ് ഐ സാറ്റ് ദെയർ, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തെ, വൈൽ എന്നാണ് അർത്ഥം. വൈൽ I am sitting there, as I sat there. The tree seemed to be, മരം അങ്ങനെ കാണപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ യൂണിറ്റ് 1 അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിലെ ആദ്യത്തെ പിക്ക് ഔട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്നതിൽ ഉള്ള ആദ്യത്തെ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. സോ ഫ്രേസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വാട്ട് ഈസ് എ ഫ്രേസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗ്രന്ഥകർത്താവ് ഈ രീതിയിൽ നിങ്ങളുടെ പദ്ധതിയിൽ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ 2 സൈഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉദാഹരണത്തിന് ഫസ്റ്റ് എക്സാമ്പിൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ടെക്സ്റ്റിലെ മറ്റ് 1 2 3 4 ഫ്രേസുകൾ ഇവിടെ എഴുതി തന്നെയാണ്. ഇതിന് പലതരത്തിലുള്ള ഫ്രേസ് ഉണ്ട്. പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻ ദി ബിഗിനിങ്, ഇത് എന്ന് പറയുന്നത് ഇൻ ദി ബിഗിനിങ് എന്ന് പറയുന്നത് ഇൻ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻ പ്രിപ്പോസിഷൻ ഫ്രേസ് എന്ന് പറയാം. ഇതൊരു പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾ സശ്രദ്ധം എന്നോടൊപ്പം സഹകരിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഓക്കെ.